Check my walk and the talk, coming close to you. Got the shades and the cap with my uniform too. ഒരു വർത്താനുണ്ട് എന്താന്ന് വെച്ചാ പറ. കഴിഞ്ഞ ദിവസം മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് പരിപാടിയായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെ അതിനകത്തോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആദിലെ നൂറയും അവരും പങ്കെടുത്തു. ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അതിനുശേഷം ഒരു 5-6 മണിക്കൂർ മുമ്പ് ഈ ഫൈസൽ എന്ന് പറയുന്ന മലബാറിന്റെ ഓണറായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. ഇനി ഞാൻ ഒരു സത്യം പറയാം. ഈ പെൺകുട്ടികളെ എന്റെ ഈ ഒരു ഹൗസ് വാമിംഗ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചതിൽ ഖേദം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നത്. ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യാമെന്ന് വായിക്കാം. എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. ഈ 2 പെൺകുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആദിലെ നൂറയാണ്. അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നത്. നിങ്ങളുടെ ഹൗസ് വാമിംഗിൽ ആരൊക്കെ പങ്കെടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിവില്ലേ? എനിക്ക് അതാണ് പിടിയിട്ടത്. അതും ഒരു ബിഗ് ബോസ് ഫെയിമായിട്ട് നിൽക്കുന്ന ആദിലെ നൂറയൊക്കെ ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ അറിവില്ലാതെ എങ്ങനെയാണ് അവരെ ക്ഷണിക്കുന്നത്? പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും ഒരു പെങ്കൊച്ചിന്റെ സീക്രട്ട് വിളിച്ചു പറഞ്ഞു നടക്കുന്ന മോശമില്ലയോ? സമൂഹ മാധ്യമത്തിൽ താറടിച്ച് പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? മനുഷ്യനാണ് കുറച്ചൊക്കെ വിവരം വേണം. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇദ്ദേഹം ഇട്ടേക്കുന്നത്. കുറച്ച് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കൂ. പടം കണ്ടാ പറയോ ഇവരിതൊക്കെ ചെയ്യുമെന്ന്. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് എന്ത് മൂല്യങ്ങളാണ് സംരക്ഷിക്കുന്നത്? എന്ത് മൂല്യങ്ങൾ? നിങ്ങൾ തന്നെയാണ് അവരെ വിളിച്ചത്. അതിങ്ങനെ ഒരു ആപ്പാവൂന്ന് ഞാൻ കരുതിയോ? ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് LGBTQ കമ്മ്യൂണിറ്റിയോടുള്ള പ്രശ്നമല്ലോ ആയിരിക്കും. സംഭവം ഒന്നുമല്ല. LGBTQ കമ്മ്യൂണിറ്റിയോടുള്ള എന്തെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ വേണ്ട ഈ ഒരു കാര്യം ഇവിടെ നടക്കില്ല. പിക്കിൽ നിൽക്കുന്ന ആളെ അറിയാലോ, നാദിറ മെഹറിൻ, പഴയ നജീബ്. അപ്പൊ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയും അവരുടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സംസാരിക്കുമ്പോൾ ഒന്നും ഈ പറയുന്ന മൂല്യങ്ങളൊന്നും നിങ്ങൾക്ക് ചോരുന്നില്ലേ? ഇപ്പൊ സംഭവം വേറെ ഒന്നുമല്ല. ഇത് ആരുടെയോ നിർബന്ധ പ്രകാരം ഇദ്ദേഹം ഇട്ട പോസ്റ്റ് കണ്ടാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതിന് തന്നാരും വിളിച്ചില്ല.